بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. സൂറത്ത് ഫാത്തിറിലെ 9-10 വചനങ്ങളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. പേജ് 435. ഈ ആയത്തുകളിൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആ നിയമങ്ങൾ ശ്രദ്ധിക്കുക. വല്ലാഹുല്ലദീ അർസലർ-റിയാഹ്. വല്ലാഹു, ഇവിടെ ഇസ്മുൽ ജലാല അള്ളാഹു എന്ന പദം ലാമും അതിൻ്റെ ദീർഘാക്ഷരവും അലിഫും രണ്ടും തഫ്ഖീം ചെയ്യേണ്ടതാണ് എന്നത് ശ്രദ്ധിക്കുക. വല്ലാഹു വല്ലാഹുല്ലദീ. അല്ലദീ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ യാഇനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അർസലർ-റിയാഹ. അർസല, ഈ പദത്തിൽ റാഇനെ തഫ്ഖീം ചെയ്തോതേണ്ടതാണ്. റാഇന് സുക്കൂനും തൊട്ടു മുമ്പിൽ ഫത്ഹ, അതായത് അകാരം വന്നിരിക്കുകയുമാണ്. തഫ്ഖീം ചെയ്യുക. അർസല അർസല അർ-റിയാഹ. റാഇന് തർക്കീഖ് കൊടുക്കുക, കസ്റായതുകൊണ്ട്. റിയാഹ, ഹാഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അർ-റിയാഹ ഫതുസീറു. ഫതുസീറു, ന് ശരിയായ ഉച്ചാരണം കൊടുക്കണം. അത് സീന് പോലെ ഫതുസീറു എന്നായിപ്പോയത്. ഫതുസീറു, റാഇന് തഫ്ഖീമാണ്, തടിപ്പിച്ചോതുക. ഫതുസീറു സഹാബൻ ഫസുഖ്നാഹു. സഹാബൻ എന്നതിലെ തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ചോദണം, വ്യക്തമാക്കി മണിക്കണം. സഹാബൻ ഫസുഖ്നാഹു. ഖാഫിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കേണ്ടതാണ്, ഹറക്കത്ത് പോലെ. ഫസുഖോ, പ്രകാരം ഖാഫിന് തഫ്ഖീമും നൽകും. ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്ത്. ബലദിൻ, തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. ബലദിൻ മയ്യിത്തിൻ ഫഅഹ്യൈന. അവിടെ മയ്യിത്തിൻ എന്നതിലെ തൻവീനിനെ ഇഖ്ഫാ ചെയ്യണം, മറച്ച് മണിക്കുക, അവ്യക്തമാക്കി മണിച്ചോതുക. മയ്യിത്തിൻ ഫഅഹ്യൈന. فأحيينا به الأرض بعد موتها. الأرض, റാഇനും ضادനും തഫ്ഖീമാണ്. ضاد മുസ്തതീലായ അക്ഷരമാണ്, ഇസ്തിതാലയുടെ. الأرض بعد موتها. بعد موتها, ശ്രദ്ധിച്ച് വ്യക്തമാക്കി ഉച്ചരിക്കുക. ഐന് പ്രത്യേകിച്ച്. മൗതിഹ എന്ന അലിഫിന് അധികം ദീർഘം കൊടുക്കരുത്. 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള സാമാന്യ ദീർഘം മാത്രം കൊടുക്കുക. മൗതിഹ കദാലിക നുശൂർ. നൂൻ മുഷദ്ദദ, ശബ്ദ നൽകപ്പെട്ട നൂനിനെ 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിച്ചോദനം. റാഇന് തഫ്ഖീം കൊടുക്കേണ്ടതാണ്. റാഇന് സുക്കൂനും തൊട്ടു മുമ്പിൽ ദമ്മ് നൽകി ദീർഘിപ്പിക്കുന്ന വാവുമാണ്. വാവ് ദീർഘാക്ഷരമായ വാവ്. അപ്പോൾ ദമ്മിൻ്റെ അതേ ഹുക്മ് തന്നെ. അന്നുശൂർ. മൻ കാന
അവിടെ സാക്കിനാനൂനെ ഇഖ്ഫ ചെയ്ത് മറച്ച് മണിച്ച് ഓതുക. മൻ കാന യുരീദുൽ ഇസ്സത യുരീദുൽ ഇസ്സത. ഐന് വ്യക്തമാക്കണം. തൊണ്ടയുടെ മധ്യമാണല്ലോ ഐനിൻ്റെ മഖ്റജ്. അൽ ഇസ്സ സായും ഉച്ചരിക്കുക ശരിയായ വിധത്തിൽ തന്നെ. അത് സീന് പോലെ ആവരുത്. അൽ ഇസ്സത വീണ്ടും ആ പദം വരുന്നു. ഫലില്ലാഹി ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ ജമീഅ. അവിടെ ഐനിനെ അലിഫ് കൊടുത്ത് നീട്ടി വഖഫ് ചെയ്യണം. നീട്ടലിൽ 2 ഹറക്കത്തിൻ്റെ 2 മാത്ര അളവ് മാത്രമേ ദീർഘം നൽകാവൂ, കൂടുതൽ ദീർഘിപ്പിക്കരുത്. വഖഫ് ചെയ്യാതെ ഓതുമ്പോൾ ഇൽഹാർ ഹൽക്കി ചെയ്ത് തൻവീനിനെ ജമീഅൻ ഇലൈഹി എന്നോതുകയും വേണം. അപ്പോൾ ഒരു അലിഫോട് കൂടി നിർത്തുക. ജമീഅ ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു. യസ്അദു സ്വാദ് ഐന് ഇതൊക്കെ ശ്രദ്ധിച്ചോതുക. സ്വാദിനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ച്. യസ്അദുൽ കലിമു ത്വയ്യിബു. അത്വയ്യിബു ത്വയിനും പൂർണ്ണമായ തഫ്ഖീം കൊടുത്തോതുക. ഇത്ബാഖിൻ്റെ ഷിദ്ദത്തിൻ്റെ ഒക്കെ അക്ഷരമാണ് ത്വാ. അത്വയ്യിബു. വൽ അമലു സ്സാലിഹു. വൽ അമലു ഐന് വ്യക്തമാക്കി ശ്രദ്ധിച്ചോതുക. വൽ അമലു സ്സാലിഹു. സ്വാദിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമാണ്, തടിപ്പിക്കണം. യർഫഉഹു. അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഹായിന് സുക്കൂനാണ്. യർഫഉഹു. ചേർത്ത് ഓതുമ്പോൾ മദ്ദുസ്സില സുഗ്റ നൽകി. യർഫഉഹു വല്ലദീന എന്ന് ചേർത്ത് ഓതണം. വല്ലദീന യംകുറൂന സയ്യിആത്ത്. യംകുറൂന സാക്കിനാമീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. റായിന് തഫ്ഖീമാണ്, തടിപ്പിച്ചോതുക. യംകുറൂന സയ്യിആതി ലഹും അദാബുൻ ശദീദ്. അസ്സയ്യിആതി ലഹും അദാബുൻ ശദീദ്. തൻവീനിനെ ഇഖ്ഫ ചെയ്ത് മറച്ച് മണിച്ച് ഓതേണ്ടതാണ്. ഷദീദ് എന്ന് വഖഫ് ചെയ്യുമ്പോൾ ഖൽഖല കുബ്ര കൊടുത്ത് വ്യക്തമാക്കി ഹറക്കത്ത് പോലെ സുക്കൂനിനെ ചലിപ്പിച്ചുകൊണ്ട് ശബ്ദം ചലിപ്പിച്ച് വഖഫ് ചെയ്യുക. നമ്മൾ മേലെ 7ാമത്തെ വചനത്തിലും ഓതിയിട്ടുള്ള അതേപോലെ. ഷദീദ്. അപ്പോൾ അദാബുൻ എന്നുള്ള തൻവീൻ ഇഖ്ഫ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അദാബുൻ ഷദീദ്. വമക്റു ഉലൈക. വമക്റു ഉലൈക. കാഫ് ഷദീദും മഹ്മൂസുമായ അക്ഷരമാണ്. മക്. വമക്റു റാ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കണം. വമക്റു ഉലൈക. ഉലൈക ഇതിലെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും അലിഫിനെ 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. ഒരേ പദത്തിലായി ദീർഘാക്ഷരമായ അലിഫും ശേഷം ഹംസയും വന്നിരിക്കുന്നു. ഇതാണ് മുത്തസിൽ ചേർന്ന് വന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വമക്റു. മക് മക് എന്ന് പറയുമ്പോൾ കാഫ് ഷദീദും മഹ്മൂസുമായ അക്ഷരമാണ്. അവിടുത്തെ ഹംസ് ശ്രദ്ധിച്ചുകൊണ്ട് ഹംസ് എന്ന അതിൻ്റെ സിഫത്ത് ശ്രദ്ധിച്ചോതണം. മക്റു എന്ന് ശബ്ദം ചലിപ്പിച്ച് ഖൽഖല നൽകരുത്, മറിച്ച് വമക്റു വമക്റു ഉലൈക ഹുവ യബൂർ.
യബൂർ. റായിനെ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് സുക്കൂനോടുകൂടി വഖഫ് ചെയ്യേണ്ടതാണ്. അന്നുഷൂർ കഴിഞ്ഞ വചനത്തിൽ സൂചിപ്പിച്ച അതേ വിധി തന്നെയാണ് ഇവിടെയും. യബൂർ. വഖഫിന് വേണ്ടി ദീർഘം 4 ഹറക്കത്തിൻ്റെ അളവിലോ 5 6 ഹറക്കത്തിൻ്റെ അളവിലോ ഒക്കെ നൽകാവുന്നതാണ്. മദ് ആരിദ് ലിസ്സുക്കൂൻ നൽകിക്കൊണ്ട് ദീർഘിപ്പിച്ച് വഖഫ് ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والله الذي أرسل الرياح فتثير سحابا فسقناه إلى بلد ميت فأحيينا به الأرض بعد موتها كذلك النشور. من كان يريد العزة فلله العزة جميعا إليه يصعد الكلم الطيب والعمل الصالح يرفعه والذين يمكرون السيئات لهم عذاب شديد ومكر أولئك هو يبور.